ഹായ്, ഞാൻ റിയാസ് വലശ്ശേരി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ അലേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആക്റ്റീവായിട്ട് ഫുൾ ടൈം നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ്. ഒന്നുകൂടി വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പ്രസൻറ്റ് ഓഫ് മൈൻഡിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പല ആളുകൾക്കുള്ള പ്രശ്നം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഗോളിൽ നിന്നും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും മാറി മറ്റൊരു കാര്യത്തിലേക്ക് ചിന്തിക്കുക. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല ആളുകളും ഇതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ടോക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിനെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ മാത്രം ഒബ്സർവ് ചെയ്യുകയും 100% അതിലേക്ക് മാത്രം നമ്മുടെ മനസ്സിനെയും ശ്രദ്ധയെയും തിരിക്കുക എന്നുള്ളതാണ്. തിരിച്ചതിന് ശേഷം, ബോധ്യപ്പെട്ടതിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് യെസ് എന്നുള്ളൊരു സന്ദേശം നൽകിയാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ തീർച്ചയായിട്ടും ഒരു പ്രസൻറ്റ് ഓഫ് മൈൻഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, കാണുന്നതിൽ അപ്പുറത്തായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ കേൾക്കുന്നത് കൃത്യമായിട്ടാണോ കേൾക്കുന്നത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ചോദിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മനസ്സിനോട് ഒരു നല്ലൊരു സന്ദേശം നൽകാവുന്നതാണ്. യെസ്, ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ സന്ദേശം. മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ അനുഭവിക്കുന്നത് ശരിക്കും ഫീലിങ്ങോട് കൂടിയിട്ടാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിട്ട ഡ്രസ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നാം ഉപയോഗിക്കുന്ന കണ്ണട, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ബ്രീത്തിങ്, ശ്വാസമെടുക്കുകയും വിടുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്ന പാർട്ടിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ടും പ്രസൻറ്റ് ഓഫ് മൈൻഡിലേക്ക്, അഥവാ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും മനസ്സിനെ, അതുപോലെ തന്നെ ഫീലിങ്ങിലൂടെയും മനസ്സിനെ പരിപൂർണമായിട്ടും ഒരേ റൂട്ടിലേക്ക് കൊണ്ടുവരികയും ഒബ്സർവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സ് പരിപൂർണമായിട്ടും നമ്മളിൽ ഒതുങ്ങിക്കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. ഇത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം, പുതിയൊരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക്.